ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന സാൻഡ്വിച്ചാണ്. അത് തന്നെ രണ്ടൊന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ആദ്യം ഉണ്ടാക്കുന്ന ബീഫ് സാൻഡ്വിച്ചാണ്. അതിനായിട്ട് ബീഫ് നന്നായിട്ട് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ പോലെ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത ബീഫിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയും, പിന്നെ 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മീറ്റ് മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് തിരുമ്മിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറി ലീവ്സും, പിന്നെ ഒരു നാരങ്ങയുടെ പകുതി തന്നെ വേണമെന്നില്ല, അതിൻ്റെ നാരങ്ങ നീരും കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമ്മി നമുക്കിത് കുറച്ച് നേരം വെക്കാം. തിരുമ്മി വെക്കുന്നതിന് മുമ്പ് അരപ്പ്, അതിലേക്ക് ഒരു ശകലം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാനിത് ചേർത്തിരിക്കുന്നത്. അരച്ച് ചേർത്താലും നന്നായിരിക്കും. ഇനി നമുക്ക് ബീഫ് കുക്കറിൽ വേവിച്ചെടുക്കാം. അതിനായിട്ട് കുക്കറിലേക്ക് ബീഫ് ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാൻഡ്വിച്ചിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളെല്ലാം കട്ട് ചെയ്യുക. അത് ക്യാരറ്റ്, മല്ലിച്ചപ്പ്, പിന്നെ തൊലിയും കുരുവും കളഞ്ഞ തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. കളഞ്ഞിട്ടാണ് തക്കാളി എടുത്തേക്കുന്നത്, ചെറുതായിട്ട് അരിഞ്ഞ്. പിന്നെ മല്ലിച്ചപ്പ്, സവോള, ക്യാരറ്റ്, ഇത്ര ഐറ്റംസാണ് നമ്മൾ പച്ചക്കറികൾ എടുത്തേക്കുന്നത്. ഇറച്ചി നന്നായിട്ട് വേണ്ടിയിട്ടുണ്ട്. നമുക്കത് എടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ബീഫ് നമുക്ക് വേവിച്ചെടുത്ത ബീഫ് ഫ്രൈ ചെയ്തെടുക്കാം. ബീഫെല്ലാം ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ബീഫ് എടുത്ത് വെക്കാം. പിന്നെ ബാക്കി സാൻഡ്വിച്ചിൻ്റെ പച്ചക്കറികളെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് പച്ചക്കറികളെല്ലാം മിക്സ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ സവോള ഇട്ടു. അതിലേക്ക് നമ്മൾ ഒരു സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച തക്കാളി, അതിൻ്റെ തൊലിയും കുരുവും കളഞ്ഞാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. തൊലിയും കുരുവും എല്ലാവർക്കും ചില അസുഖക്കാർക്ക് പിടിക്കത്തില്ല. അതുകൊണ്ട് തൊലിയും കുരുവും കളഞ്ഞെടുക്കണം തക്കാളിയുടെ. അതാണ് നല്ലത്. പിന്നെ ക്യാരറ്റ്, മല്ലിച്ചപ്പ് എല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞ് പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർക്കണം. പിന്നെ ബട്ടറും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സാൻഡ്വിച്ചിന് ആവശ്യമായിട്ടുള്ള ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ബ്രെഡ് അത്ര ഷേപ്പില്ലാത്തൊരു ബ്രെഡായിപ്പോയി. അപ്പോൾ എടുക്കുമ്പോൾ നല്ല ബ്രെഡ് നോക്കി വാങ്ങിച്ചാൽ മതി. മോഡേൺ ബ്രെഡൊക്കെ കുഴപ്പമില്ല. അപ്പോൾ ഈ ബ്രെഡാണെങ്കിൽ സൈഡൊന്നും ഒരു ഷേപ്പില്ല. പിന്നെ ഞാൻ പറയുന്ന പോലെ സൈഡെല്ലാം കട്ട് ചെയ്തിട്ട് നമ്മുടെ പച്ചക്കറികളൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ചേർത്ത് അതിൻ്റെ മുകളിൽ ബീഫും വെച്ച് പിന്നെ ഒരു ചീസും കൂടെ വെച്ചിട്ടാണ് നമ്മുടെ ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് പിന്നെ നമുക്ക് റോസ്റ്റ് കട്ടും കൂടി ചെയ്ത് കഴിയുമ്പോൾ ഈ നമ്മുടെ മീറ്റ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മീറ്റ് സാൻഡ്വിച്ച്. നമ്മൾ കട്ട് ചെയ്തെടുത്ത് അടുത്ത് നമ്മൾ ഉണ്ടാക്കുന്ന എഗ്ഗും മുട്ട പുഴുങ്ങിയിട്ടുള്ള സാൻഡ്വിച്ചാണ്. മുട്ട പുഴുങ്ങിയിട്ട് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് ഇച്ചിരി ഉപ്പും കുരുമുളക് പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. പിന്നെ നമ്മൾ നെയ്ക്കകത്ത് ബ്രെഡ് റോസ്റ്റ് ചെയ്തെടുത്താണ് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്.
പിന്നെ ബുൾസൈ ഓംലെറ്റും അടിച്ച് 3 വെറൈറ്റിയാണ് മുട്ടയുടെ തന്നെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് പുഴുങ്ങിയ മുട്ട, പിന്നെ അതിലും നമ്മൾ പച്ചക്കറിയും ചേർക്കുന്നുണ്ട്, ചീസും വെക്കുന്നുണ്ട്. അപ്പോൾ ചീസ് പൊടിയാതിരിക്കാൻ വേണ്ടി ആദ്യം തന്നെ ചീസ് അങ്ങോട്ട് നമ്മൾ വെച്ചു, പിന്നെ പച്ചക്കറികളും വെക്കുവാണ്. അതിലേക്ക് നമ്മുടെ പുഴുങ്ങിയ മുട്ട, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട എല്ലാം കൂടെ നമുക്ക് വെച്ച് നമ്മുടെ സാൻഡ്വിച്ച്, റോസ്റ്റ് ചെയ്ത ബ്രെഡാണ് നമ്മൾ എടുത്തേക്കുന്നത്, അതുകൊണ്ട് സൈഡ് കട്ട് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. അതും നമ്മുടെ റെഡിയാക്കി. നമ്മുടെ പുഴുങ്ങിയ മുട്ട വെച്ചിട്ടുള്ള സാൻഡ്വിച്ചാണത് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ മറ്റ് വെറൈറ്റീസ് ഉണ്ട്, മുട്ട ബുൾസയും മുട്ട ഓംലെറ്റിൻ്റെ സാൻഡ്വിച്ചുമാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വെറൈറ്റി വീട്ടിൽ കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.